ദ്വിദിന അന്താരാഷ്ട്ര നൃത്തോത്സവത്തിന്റെ ഭാഗമായി ഇന്ത്യക്ക് അകത്തും പുറത്തും നിന്നുമുള്ള 200ഓളം നർത്തകർ ജഗന്നാഥ ക്ഷേത്രാങ്കണത്തിൽ നൃത്താർച്ചന നടത്തി. കലാമണ്ഡലം ബിലഹരിയുടെ സോപാന സംഗീതത്തോടെ കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ദ്വിദിന പ്രാണ ഇന്റർനാഷണൽ ഡാൻസ് ഫെസ്റ്റിന് ജഗന്നാഥ ക്ഷേത്ര സന്നിധിയിൽ തുടക്കമായി. കലാമണ്ഡലം ബിലഹരിയുടെ സോപാന സംഗീതത്തോടെ കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങൾ, അത് ഡാൻസായാലും സംഗീതമായാലും എല്ലാം കാണാനും കേൾക്കാനും ഇപ്പോഴും മനസ്സുകൊണ്ട് നടക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. ഒരുപക്ഷെ എൻ്റെ രക്ഷിതാക്കൾ എനിക്ക് ശങ്കരൻകുട്ടി എന്ന് പേരിട്ടിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ കുട്ടികൾക്കാണ് എപ്പോഴും പഠിക്കേണ്ടത്. ഞാനൊരു കുട്ടിയായതുകൊണ്ട് എല്ലാം കണ്ടും കേട്ടും ഇപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സ്ഥാനമാനങ്ങൾ നിങ്ങൾ തരുന്നതാണ്. പ്രവർത്തനം നമ്മൾ ചെയ്യേണ്ട വിഷയമാണ്. കൃത്യമായിട്ടും സത്യസന്ധമായുള്ള പ്രവർത്തനം നിങ്ങൾ കാഴ്ചവെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സ്ഥാനമാനങ്ങളും കിട്ടിവരും എന്നതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണം മറ്റാരുമല്ല. നിങ്ങൾക്ക് എന്നെ അത് അങ്ങനെ കണക്കാക്കാം. ഇവിടെ എരഞ്ഞോളി എന്ന സ്ഥലത്ത് നിന്ന് ചതയ ദിവസം പഞ്ചവാദ്യം കൊട്ടി നടന്ന് ആഘോഷപൂർവമായിട്ട് വന്ന് ഈ ക്ഷേത്രത്തിന് ഒരു പ്രദർശനം വെച്ച് കലാശിച്ച ഒരുപാട് അവസരങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ അതെല്ലാമായിരിക്കും കാരണം. ഈ മഹാദേവൻ്റെ അനുഗ്രഹം നിങ്ങൾക്കും എനിക്കും കൃത്യമായിട്ട് അനുഭവിക്കാൻ സാധിച്ചതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് നമ്മൾ ഈ തിരുമുറ്റത്ത് കൂടിയിരിക്കുന്നത്. മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം മേൽശാന്തി കൃഷ്ണൻദാസ് നമ്പൂതിരി മുഖ്യാതിഥിയായി. കലൈമാമണി ചാലക്കര പുരുഷു സംസാരിച്ചു. കലൈമാമണി പ്രിയ രഞ്ജിത്ത്, PV ലാവ്ലിൻ, ആശിഷ് പയ്യന്നൂർ തുടങ്ങിയവർക്ക് പ്രാണ കലൈനാർ പുരസ്കാരം സമ്മാനിച്ചു. മോഹിനിയാട്ടം നർത്തകി മണിമേഖല ശങ്കരാചാര്യരുടെ സൗന്ദര്യ ലഹരിയുടെ മോഹിനിയാട്ട നൃത്താവിഷ്കാരം അവതരിപ്പിച്ചു. ശ്രീനാരായണ ഗുരുദേവന്റെ ഈ മണ്ണിൽ ഇന്ന് രാവിലെ തുടങ്ങിയ ഈ ഫെസ്റ്റ് നാളെ രാത്രിയാണ് അവസാനിക്കുക. ഏകദേശം 320ഓളം കുട്ടികൾ കഴിഞ്ഞ വർഷം ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായി വന്നു. ഈ വർഷം ഞങ്ങൾ 3 ദിവസമായിട്ട് നടത്താനായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ പല സാങ്കേതിക കാരണങ്ങളും കൊണ്ടും അത് 2 ദിവസമായി ഒതുക്കുകയായിരുന്നു. എനിക്കറിയാം, എന്നോട് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് മട്ടന്നൂർ പടി എന്നവിടെ എഴുതിയിട്ടുണ്ടാവും. അപ്പം ഞാൻ കണ്ടു, മട്ടന്നൂർ പടി എന്ന് എഴുതി കണ്ടപ്പോൾ മട്ടന്നൂരിൽ ജനിച്ചു വളർന്ന് ലോകം മുഴുവൻ തൻ്റെ കഴിവ് പ്രകാശിപ്പിച്ച ആ മഹാനായ കലാകാരൻ. ഞാൻ ഒരു സെക്കൻഡ് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി, ഞാൻ വിറച്ചുപോയി മട്ടന്നൂർ പടി എന്ന് വായിച്ചപ്പോൾ. മറ്റൊരു നാട്ടിൽ പോയി തൻ്റെ നാട്ടിൻ്റെ പേര് അവിടെ കുറിച്ച് വെക്കാമെന്ന് പറയുന്നത് ചെറിയ കാര്യമേ അല്ല. ഞാനിങ്ങനെ വിചാരിക്കുക, ആ മനുഷ്യനെയല്ലേ ഞാനിങ്ങനെ എന്നെ ആശാൻ പൊന്നുമോളെ എന്നാ വിളിക്കുക. ഞാൻ എന്തൊരു ഭാഗ്യവതിയാണെന്ന് മട്ടന്നൂർ പടി എന്നൊരു ബോർഡ് കണ്ടപ്പോൾ. RLV അനീഷപ്രിയ ദിനേശനും RLC ആര്യ അരവിന്ദും മോഹിനിയാട്ടം അവതരിപ്പിച്ചു. രത്നഭാരതി ആചാര്യ, ആരഹി പവിത് ഒഡീസിയും, അഡാർ കലൈമാമണി, ദേവിക S കുറുപ്പ് ഭരതനാട്യവും അവതരിപ്പിച്ചു. ദ്വിദിന അന്താരാഷ്ട്ര നൃത്തോത്സവത്തിന്റെ ഭാഗമായി ഇന്ത്യക്ക് അകത്തും പുറത്തു നിന്നുമുള്ള 200ഓളം നർത്തകരാണ് നൃത്താർച്ചന നടത്തിയത്.
Rimita, rimi, rimi, taraya, rimi, rim, jaya, va, supravahini, ratta, ride, nata, talava, nata, kata, sattala, rina, കൊറിയ ടൈംസ് ന്യൂസ് തലശ്ശേരി. അമ്മ, കല്യാണത്തിന് ഇനി 10 ദിവസം കൂടി ഉള്ളൂ. നാളെയെങ്കിലും ഡ്രസ്സ് വാങ്ങിച്ചില്ലെങ്കിൽ എങ്ങനെയാ? ഹേ ഗായു, ദാ എന്റെ പർച്ചേസ് എല്ലാം കഴിഞ്ഞു. നിന്റെ എന്തായി? നാളെ. ഇതാണ് എന്റെ വെഡിങ് സാരി. നോക്ക്, കാഞ്ചീപുരം എങ്ങനെയുണ്ട്? ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്. മനസ്സ് കണ്ടറിയും ഇഷ്ടങ്ങൾ. സെഞ്ചുറി ഫാഷൻ സിറ്റി.